ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 52. സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 1 മുതൽ 16 വരെ വാക്യങ്ങൾ നമുക്ക് കേൾക്കാം, അതിൻ്റെ സന്ദേശം ഗ്രഹിക്കാം. ഒരിക്കൽ പെത്രോസും യോഹന്നാനും 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു. ദേവാലയത്തിലേക്ക് ചെല്ലുന്നവരോട് ഭിക്ഷ യാചിക്കാനായി സുന്ദരം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ കവാടത്തെങ്കിൽ അവനെ ദിനം പ്രതി ഇരുത്താറുണ്ടായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് കണ്ട് അവനോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവൻ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളെ നോക്കൂ. അവരിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് കരുതി അവൻ അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ വലത്ത് കൈക്ക് പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു. തൽക്ഷണം അവൻ്റെ കാലുകളും കണങ്കാലുകളും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമെല്ലാം കണ്ടു. ഇവൻ സുന്ദരമെന്ന് എന്ന ദേവാലയ കവാടത്തിൽ ഭിക്ഷ അയച്ചുകൊണ്ട് ഇരുന്നവൻ തന്നെ എന്ന് അറിഞ്ഞ് അവർ അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനും ചേർന്ന് നിൽക്കുമ്പോൾ ജനം വിസ്മയം പൂണ്ട് സോളമൻ്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ഇത് കണ്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞു, ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ എന്തിന് ഇതിൽ ആശ്ചര്യപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവന് നടക്കമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവന് വിട്ടയക്കാൻ വിധിച്ച പീലാത്തോസിന് മുമ്പിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു. പകരം ഒരു കൊലപാതകിയെ വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. ജീവന്റെ നായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവന്റെ നാമം തന്നെയാണ്, അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ശക്തി പ്രാപിക്കാൻ കാരണമായി തീർന്നത്. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇന്ന് നിങ്ങൾ എല്ലാവരും കാണുകയെ ഇവന് പൂർണ്ണ ആരോഗ്യം വരാൻ ഹേതുവായി. ഇതാണ് ഈ 3-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങൾ. സുന്ദര കവാടത്തിലെ സൗഖ്യം എന്ന് സാധാരണ വിശേഷിപ്പിക്കുന്ന ഒരു രോഗശാന്തി സൗഖ്യ ശുശ്രൂഷയാണിത്. യേശു സൗഖ്യ ശുശ്രൂഷയുമായി നടന്നവരാണ്. ആ സൗഖ്യ ശുശ്രൂഷയുമായി വളരെ ബന്ധമുള്ള ഒരു രോഗശാന്തിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ലൂക്കാസിന് സുവിശേഷം 5-ാമത്തെ അധ്യായം 17 മുതൽ 26 വരെ വാക്യങ്ങൾ കാണാം. ഇതുപോലെ പൗലോസും സൗഖ്യം നൽകുന്നുണ്ട്. സ്ലീഹന്മാരുടെ നടപടി 14-ാം അധ്യായം 8 മുതൽ 13 വരെ. അപ്പോൾ യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷ അത് തുടരുകയാണ്. ഇന്ന് കത്തോലിക്ക സഭ ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷകളിലൊന്ന് സൗഖ്യ ശുശ്രൂഷയാണ്. നമ്മുടെ ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ഇപ്പം അതെല്ലാം കുറച്ച് കച്ചവടവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും മറ്റ് പലരെ അപേക്ഷിച്ചും നമ്മുടേത് വളരെ വളരെ ഗംഭീരമായ ശുശ്രൂഷ തന്നെയാണ്. വളരെ ഗംഭീരമായ ശുശ്രൂഷയാണ്. വിശേഷിച്ച് കന്യാസ്ത്രീകൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളം അത് ഒരൊറ്റ പൈസ അവർക്ക് എടുക്കാൻ കഴിയില്ല. 100 രൂപ മറ്റൊരു പോക്കറ്റ് മണിയാണ് അവർക്കുള്ളത്. ആ പണം ഉപയോഗിച്ചിട്ടാണ് അവർ ദരിദ്രരെ ശുശ്രൂഷിക്കുന്നത്. അതായത് വീട് വെച്ച് കൊടുക്കുന്നു, ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നു. ഞാൻ പലപ്പോഴും കന്യാസ്ത്രീമാരുടെ മച്ചന്മാരുടെ ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്, നമ്മൾ ഓരോ കന്യാസ്ത്രീ മഠങ്ങളുടെയും കോൺഗ്രിഗേഷൻസ്, അവരുടെ പ്രോവിൻസസ്, അതുപോലെ രൂപതകൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ ഒരു കണക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ NSSO SNDPയോ അങ്ങനെ മറ്റേത് മുസ്ലിം ലീഗോ ആരൊക്കെ ചെയ്തതിനേക്കാളും 10 മടങ്ങാണ് നമ്മൾ ശുശ്രൂഷ. വിശേഷിച്ചും നമ്മുടെ രീതി എന്ന് പറയുന്നത് നമ്മൾ ജാതി മതങ്ങളൊന്നും തന്നെ നോക്കാതെയാണ് ശുശ്രൂഷ. മറ്റു പലരും ചെയ്യുമ്പോൾ അവരുടെ മതക്കാർക്ക് അവരുടെ ജാതിക്കാർക്ക് കൊടുക്കും. നമ്മളങ്ങനെ ഒരു പരിഗണനയില്ല. ദാരിദ്ര്യം എന്ന ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷ തുടരുകയാണ്. നമ്മുടെ നേഴ്സുമാർ, നമ്മുടെ ഒരു മാലാഖമാരെന്നൊക്കെ വിളിക്കുന്നു, ഇപ്പോൾ അവർ സമരത്തിലാണ്. അവർക്ക് മാന്യമായ ശമ്പളം കിട്ടേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ തക്ക വിധത്തിൽ ശമ്പളം കൊടുക്കണം. അതിന് സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ശമ്പളം കൂട്ടുമ്പോൾ അവിടെ ചില രോഗികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കേണ്ടി വരും. കാരണം സർക്കാരിനുള്ളത് പോലെയുള്ള ഒരു വരുമാനം പ്രൈവറ്റ് ആശുപത്രികൾക്കില്ല.
ഇതൊക്കെ ഒരു സങ്കീർണമായ വിഷയമാണെന്ന് ഞാൻ അതിൽ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷ വളരെ ഗംഭീരമായിട്ട് കത്തോലിക്ക സഭ നടത്തുന്നുണ്ട്, എന്തെല്ലാം ആരോപണങ്ങൾ നേരിട്ടാലും. അതുകൊണ്ട് പത്രോസ് ഈ മുടന്തനോട് പറഞ്ഞത് നമുക്ക് ഇന്നും പറയാം. ഞങ്ങളുടെ കയ്യിൽ പൊന്നും വെള്ളിയൊന്നും ഇല്ല, ഞങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? കർത്താവ് ഈശോമിശിഹ. ആ കർത്താവ് ഈശോമിശിഹയുടെ നാമത്തിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു. മദർ തെരേസ പാവങ്ങളെ സഹായിക്കുകയും ഈ ആർക്കും വേണ്ടാത്ത കുട്ടികളെയൊക്കെ തെരുവിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയും ആർക്കും വേണ്ടാത്ത തെരുവിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കൊണ്ടുവരികയും ചെയ്തപ്പോൾ അന്ന് RSSകാർക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ശുശ്രൂഷിച്ചോ, പക്ഷെ എന്തിനാണ് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണേ? മദർ തെരേസയോട് അന്ന് RSSകാർ ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ ദരിദ്രരെ ശുശ്രൂഷിക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല, പക്ഷെ നിങ്ങൾ പറയുന്നു ഞാൻ യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യണേന്ന്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, അതായത് മദർ തെരേസ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്: വെറും മാനുഷികമായി ചിന്തിച്ചാൽ നിങ്ങളെപ്പോലെ തന്നെയാകും ഞാനും. അതായത് അവരെ ശുശ്രൂഷിക്കാൻ കഴിയില്ല, വെറും ഒരു സേവനമായിട്ട് മാറും. അവർ യേശുവാണ് എന്ന് കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്, യേശുവിന് ചെയ്യുകയാണ് ഞാൻ. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ മൈ ജീസസ്. ഈ ചെറിയവരിൽ എളിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത്. അപ്പോൾ യേശുവാണ് ഇവരെന്ന് കണ്ടിട്ടാണ് എൻ്റെ കർത്താവായ യേശുവിനെ ചെയ്യുന്നത് പോലെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിതുപോലെ സുന്ദരമായി ചെയ്യാൻ കഴിയുന്നത്. അതുതന്നെ നമുക്കിപ്പോൾ പറയാനുള്ളത്. യേശുവിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ മരിക്കാൻ പോകുന്ന ആളെ എടുത്തുകൊണ്ട് വന്ന് ശുശ്രൂഷിച്ചിട്ട് അവരെ മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനികളാക്കാനുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഈ മരിക്കാൻ പോകുന്ന ആളെ ക്രിസ്ത്യാനിയാക്കിയിട്ട് എന്ത് പുണ്യ മദർ തെരേസയ്ക്ക് കിട്ടണേ? തീർച്ചയായിട്ടും അവന് രക്ഷ പ്രാപിക്കുന്നു. പക്ഷെ അത് ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയാണോ? അല്ല, അങ്ങനെ എണ്ണം കൂട്ടിയിട്ട് എന്ത് കാര്യം? അപ്പൊ എണ്ണം അല്ല പ്രശ്നം. അവൻ രക്ഷ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അവന് മാനസാന്തരപ്പെടുത്തി മാമോസം മുക്കിയിട്ടല്ല പലപ്പോഴും ചെയ്യുന്നത്. അവർക്ക് സമ്മതമില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അതുപോലെ ബുദ്ധിമാന്യം വന്നവർ, ഭിന്നശേഷിക്കാർ, ഇതൊക്കെ നമ്മൾ ശുശ്രൂഷിക്കുന്നുണ്ട്. അവരൊക്കെ മതപരിവർത്തനം ചെയ്ത് എണ്ണം കൂട്ടിയിട്ട് നമുക്ക് എന്താണ് പുണ്യം? അപ്പൊ ഈ ആരോപണങ്ങളിലൊക്കെ ഒരു കഥയില്ല. പക്ഷേ ഒരു പുണ്യമുണ്ട്. അവർ യേശുക്രിസ്തുവിനെ കണക്കാക്കി നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരും നമ്മളും രക്ഷ പ്രാപിക്കുകയാണ്. അതാണ് നമുക്കുള്ള കാര്യം. അല്ലാതെ ഈ ഭൗതികമായ ഒരു നേട്ടം എണ്ണം കൂട്ടാൻ വേണ്ടി അങ്ങനെ സംഗതി ഇല്ല. പണ്ട് ഇരിങ്ങാലക്കുട രൂപതയിൽ അച്ഛന്മാർ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു യുക്തിവാദിയെ പോലെ ഒരാൾ വന്നു. അപ്പോൾ ആള് എപ്പോഴും പറഞ്ഞൊരു പോയിന്റാണ്, നിങ്ങൾ സാംഘികമാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കൈ ഉയർത്തി. ഞാൻ ചോദിച്ചു, എന്താണ് ഈ? അപ്പം ഞാൻ പറഞ്ഞു, സാറൊരു സംഘടനയുടെ ഭാരവാഹിയല്ലേ? അതെ. നിങ്ങൾ പല ആളുകളും പോയിട്ട് ആളുകൾ എണ്ണം കൂട്ടുന്നില്ലേ? സംഖ്യ കൂട്ടുന്നില്ലേ? എണ്ണം ഉണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സംഘടനയിലൂടെ കേരളത്തിന് ഒരു പരിവർത്തനം വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ സംഖ്യ കൂട്ടുന്നത്, എണ്ണം കൂട്ടുന്നത്, ആളുകളുടെ എണ്ണം കൂട്ടുന്നത്, അംഗസംഖ്യ കൂട്ടുന്നത്? അതെ. കത്തോലിക്ക സഭ അത് തന്നെ പറയണേ, യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് എല്ലാവരും വരാൻ ഞങ്ങൾ എണ്ണം കൂട്ടുന്നത് തെറ്റാണോ? നിങ്ങളുടെ സംഘടനയിലേക്ക് ആളെ കൂട്ടുന്നത് തെറ്റല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലേക്ക്, സഭയിലേക്ക് അംഗങ്ങളെ കൂട്ടുന്നത് എങ്ങനെ തെറ്റാകും സാറെന്ന് ചോദിച്ചു. അപ്പോൾ സീനിയർ അച്ഛന്മാരെല്ലാം കൈയടിച്ചിട്ട് അവസാനം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് സീനിയർ അച്ഛന്മാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ സാംഘികം എന്ന് പുള്ളി പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായില്ല മോനെ. സംഖ്യ കൂട്ടുന്നതാണ്, അത് എണ്ണം കൂട്ടുന്നതാണെന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല. നീ മറുപടി കൊടുത്തത് വളരെ ഗംഭീരമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ആരോപണമാണ്. നമ്മൾ സാംഘികമാണ് കത്തോലിക്ക സഭ. ഒരിക്കലും അല്ല. എന്ന് വിചാരിച്ച് നമ്മളെ വിശ്വസിച്ച് വരുന്നവരെ നമ്മൾ തടയാൻ പാടുണ്ടോ? രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരെ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് എല്ലാവരോടും? പൊന്നും വെള്ളിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ തരുന്നു. യേശുക്രിസ്തു നിങ്ങളെ സുഖപ്പെടുത്താം, ചിലപ്പോൾ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അത് യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് തരാനുള്ളത് യേശുക്രിസ്തുവിനെയാണ്. ഇതാണ് ഈ സുന്ദര കവാടത്തിലെ സൗഖ്യത്തിൻ്റെ ബേസിക് പോയിന്റ്. ആ ശുശ്രൂഷ നമ്മൾ തുടരുന്നുവെന്ന് ഞാൻ ഊന്നി പറയുകയാണ്. പത്രോസും യോഹന്നാനും 4-ാം സുവിശേഷത്തിലും 3-ാം സുവിശേഷത്തിലും ഇവർ രണ്ടുപേരും സഹപ്രവർത്തകരാണ്. യോഹന്നാന്റെ സുവിശേഷം 18-15, 20-ാമത്തെ അധ്യായം 2-3, 21-ാമത്തെ അധ്യായം 20 മുതൽ 23 വരെ, ലൂക്കാസിന്റെ സുവിശേഷം 8-14, 22-8. ഇവിടെയൊക്കെ പത്രോസും യോഹന്നാനും സഹപ്രവർത്തകരാണ്. പണ്ട് ഇവർക്ക് മത്സ്യബന്ധനത്തിൽ വ്യാപാരം ഉണ്ടായിരുന്നു, ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ്സിൽ ഇവർ പങ്കാളികളായിരുന്നു, പാർട്ട്നേഴ്സ്. ലൂക്ക 5:10 അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവർ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളികളാണ്. പണ്ട് മത്സ്യബന്ധന ബിസിനസ്സിൽ പങ്കാളികളായിരുന്നു, ഇപ്പൊ സുവിശേഷ പ്രഘോഷണത്തിൽ പത്രോസും യോഹന്നാനും പങ്കാളികളാണ്. ഇവർ രണ്ടുപേരും, പത്രോസും യോഹന്നാനും, 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്കാണ് ദേവാലയത്തിൽ പോകുന്നത്. ഇത് നടക്കുന്നത് യേശു മരിച്ചു ഉത്ഥാനം ചെയ്തിട്ട് തൊട്ടടുത്താണ്.
അതായത് AD 33 തൊട്ട് AD 33 ഏപ്രിൽ മാസം 5-ാം തീയതിക്ക് തൊട്ട് പിന്നാലെ AD 33 ഏപ്രിൽ 5-ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അത് കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. 50 ദിവസം പെന്തക്കോസ്ത, അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പം യേശുവിൻ്റെ ഉത്ഥാനം കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം, അല്ലെങ്കിൽ 2 മാസം ആയിട്ടുള്ളൂ. ആ സമയത്താണ് നടക്കുന്നത്. AD 70 ഈ ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. അതുവരെ ദേവാലയമുണ്ട്. അപ്പോൾ ആ ദേവാലയത്തിലാണ് യഹൂദ ക്രിസ്ത്യാനികളായിരുന്ന പത്രോസും യോഹന്നാനൊക്കെ പോകുന്നത്. 9-ാം മണിക്കൂറിലെ പ്രാർത്ഥന. ദിവസത്തിൽ 2 പ്രാവശ്യം ജെറൂസലം ദേവാലയത്തിൽ ലിറ്റർജിക്കൽ പ്രാർത്ഥനകളുണ്ടായിരുന്നു. പ്രഭാത ബലിയുടെ സമയത്തും സായാഹ്ന ബലിയുടെ സമയത്തും. പുറപ്പാട് 29, 38, 39 വാക്യങ്ങൾ. രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന പകലിൻ്റെ 9-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് 3 മണിയാണ്. അപ്പോൾ സായാഹ്ന ബലിയുടെ സമയത്താണ് പത്രോസും യോഹന്നാനും ജെറൂസലം ദേവാലയത്തിലേക്ക് പോകുന്നത്. യഹൂദരുടെ ദിവസം അവസാനിക്കാനും പുതിയ ദിനം ആരംഭിക്കാനും ഏതാനും മണിക്കൂറിന് മുമ്പുള്ള പ്രാർത്ഥന. യഹൂദരുടെ രീതി അനുസരിച്ച് ദിവസം ആരംഭിക്കുന്നത് സൂര്യാസ്തമയത്തിലാണ്, വൈകിട്ട് 6 മണിക്ക്. നമ്മുടെ സീറോ മലബാർ സഭയിലും സീറോ മലങ്കര സഭയിലും ഒക്കെ അങ്ങനെയാണ്. നമ്മൾ വൈകിട്ട് റംഷ പ്രാർത്ഥനയും ലലിയൊക്കെ ഇപ്പം ഇന്ന് നാളത്തെയാണ് ചൊല്ലുക. ഇന്ന് വൈകിട്ട് റംഷ അല്ലെങ്കിൽ ലലിയ നാളത്തെയാണ്. കാരണം 6 മണിക്ക് പുതിയ ദിവസം ആരംഭിച്ചു. സൂര്യാസ്തമയത്തിലാണ് ദിവസം ആരംഭിക്കുന്നത് യഹൂദ രീതി. നമ്മുടെ സീറോ മലബാർ സഭയിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. സീറോ മലങ്കരയിലും അങ്ങനെയാണ്. അവർ ഈ 3 മണിക്ക്, അതായത് 6 മണിക്ക് പുതിയ ദിവസം ആരംഭിക്കും. അപ്പോൾ അതിനു മുമ്പ് ഈ പഴയ ഇന്നത്തെ ഈ ദിവസം അവസാനിക്കുന്നു, പുതിയ ദിവസം ആരംഭിക്കുന്നു. ആ സമയത്ത് ഉള്ള പ്രാർത്ഥനയ്ക്കാണ് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുന്നത്. അവിടെ പോകുമ്പോൾ സുന്ദരം എന്ന് പേരുള്ള ഒരു സുന്ദര കവാടം, അങ്ങനെയുള്ള പേരുള്ളൊരു കവാടമുണ്ട്. ദൈവത്തിന് ഏറ്റവും പുറത്തുള്ള അങ്കണം വിജാതിയർക്കുള്ളതാണ്. ജെറുസലം ദേവാലയത്തിന് ചുറ്റും ഒരു അങ്കണമുണ്ട് വിജാതിയർക്ക്. ഏറ്റവും ഉള്ളിൽ അങ്കണത്തിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേലിക്ക് മാത്രമേ ആണ് അനുവാദമുള്ളത്. ഈ പുറത്ത് അങ്കണത്തിനുള്ളിൽ. വിജാതിയുടെ അങ്കണത്തിൽ നിന്ന് ഉള്ളിൽ അങ്കണങ്ങളിലേക്കുള്ള പ്രവേശിക്കുന്ന കവാടത്തെയാണ് സുന്ദര കവാടം എന്ന് വിളിച്ചിരുന്നത്. വലിയ കവാടം, അത് 60 അടി വീതിയുള്ളൊരു കവാടം, വളരെ വലിയ ഒരു കവാടമാണിത്. അവിടെയാണ് ഭിക്ഷ യാചിക്കാൻ നമ്മൾ മലയാറ്റൂർ മല കയറുമ്പോൾ കുറേ ആൾക്കാരെ കൊണ്ടുവരുന്നു. കയ്യും കാലൊന്നും ഇല്ലാത്തവരൊക്കെ ഈ മലയാറ്റൂർ മലയുടെ മുകളിൽ എങ്ങനെയാണ് എത്തണം നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവിടേക്ക് ഭിക്ഷ യാചിക്കാൻ പണ്ട് നമ്മുടെ വലിയ പെരുന്നാളുകൾക്കൊക്കെ ഇങ്ങനെ ആളുകൾ കൊണ്ടിരുത്തുമായിരുന്നു. ഇപ്പം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഭിക്ഷ യാചിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിൽ ആളുകൾ ഉണ്ടാകണം, ഇങ്ങനെ ഭിക്ഷ യാചിക്കാൻ വേണ്ടി കൊണ്ടുവിടും. ഇവിടെ അങ്ങനെയുണ്ട്. ഇവിടെ ഈ അമ്മയുടെ ഗർഭം തൊട്ട് തന്നെ മുടന്തനായ ഒരുത്തനാണ്. അപ്പോൾ അവനെ അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഈ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പത്രോസ് ഇങ്ങനെ ഉറ്റുനോക്കി. അവനങ്ങനെ ഉറ്റുനോക്കി എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, പൊന്നും വെള്ളിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു നാമത്തിൽ നീ എഴുന്നേറ്റങ്ങ് നടക്കുക. എഴുന്നേറ്റ് എന്ന വാക്ക് അവിടെ ഇല്ല, നീ നടക്കാന്നുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ക്രിസ്തുവിൻ്റെ നാമവും ക്രിസ്തുവിൻ്റെ ശക്തിയും സമാന്തരമാണ്. ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച പത്രോസിലേക്ക് ക്രിസ്തുവിൻ്റെ ശക്തി പ്രവഹിക്കുന്നു എന്നാണ് അർത്ഥം. സൗഖ്യം നൽകാൻ ആത്മീയ കരുത്ത് പത്രോസിനപ്പോൾ ലഭിക്കുകയാണ്. മർക്കോസ് 9:38-39, ലൂക്കാസ് 9:49-50, 10:17 അത് കാണാം. യേശുവിന് പകരം നിൽക്കുന്നതോ മാനുഷിക മാർഗങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതോ ആയ മാന്ത്രിക ശക്തിയല്ല യേശുവിൻ്റെ നാമം. പ്രത്യേകത, യേശു ദൈവപിതാവിൻ്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നു. ആ ക്രിസ്തു നേരിട്ട് ഭൂമിയിൽ പ്രവർത്തിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന അവൻ്റെ മാധ്യമമാണ് അവൻ്റെ പേര്, അവൻ്റെ നാമം. ക്രിസ്തുവിലുള്ള സജീവ വിശ്വാസം ഏറ്റു പറയുമ്പോഴാണ് യേശുവിൻ്റെ നാമത്തിൽ ഈ നാമം എന്ന മാധ്യമം ഉപയോഗിച്ചിട്ട് ഈ ശക്തി നൽകപ്പെടുന്നുള്ളൂ. യേശുവിലുള്ള വിശ്വാസം ഏറ്റു പറയുമ്പോൾ ഇത് നമ്മൾ 3:16, 4:10 കാണുന്നുണ്ട്. അങ്ങനെ ശക്തി പത്രോസിലേക്ക് വന്നു. പത്രോസ് അത് ഈ മനുഷ്യന് പകർന്നു കൊടുത്തു. അവൻ നടന്നും തുള്ളിയും എഴുന്നേറ്റു. നടന്നും തുള്ളി. തൻ്റെ നാമത്തിൽ സംസാരിക്കാൻ അധികാരം നൽകപ്പെട്ട സ്ലീഹന്മാരിലൂടെ യേശു സൗഖ്യ ശുശ്രൂഷ തുടരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മുടന്തനായ ഒരുവൻ തുള്ളിച്ചാടുന്നത് മിശിഹായുടെ യുഗം വന്നതിൻ്റെ അടയാളവുമാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവൻ നടന്നും തുള്ളിയും. ഈ മുടന്തനായ അവൻ നടന്നും തുള്ളിയും വന്നു പറഞ്ഞാൽ, ഒന്ന്, യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷ തുടരുന്നു ഉറപ്പായിട്ടും. 2, മിശിഹായ യുഗത്തിൽ ഇങ്ങനെ ഇവരൊക്കെ തുള്ളിച്ചാടി നടക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, മലാക്കി പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ 35:6 മലാക്കി 4:2. അങ്ങനെ ഇത് അവനോടൊപ്പം, അതായത് അവരോടൊപ്പം പത്രോസിനും യോഹന്നാനോടൊപ്പം ഈ മുടന്തനും ദേവാലയത്തിലേക്ക് ചെന്നു. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വിസ്മയിച്ചും പരിഭ്രമിച്ചും നോക്കുക. എല്ലാ ദിവസവും ഇവരിങ്ങനെ നാണയിട്ട് കൊടുത്തിരുന്നതും ഈ മുടന്തനെ എല്ലാ ദിവസവും അവർ കണ്ടിട്ടുണ്ട് സുന്ദര കവാടത്തിൽ.
അപ്പോൾ അവനല്ലേ ഇവൻ ഈ തുള്ളിച്ചാട്ടി പത്രത്തിൻ്റെ യോഹന്നാൻ്റെ കൂടെയൊക്കെ നടക്കുന്നത്. അത് കണ്ട് അങ്ങനെ വന്നപ്പോൾ ഈ സോളമൻ്റേതെന്ന് വിളിക്കപ്പെടുന്ന ഒരു മണ്ഡപമുണ്ട് അവിടെ. കർത്താവ് ഈശോ മിശിഹ അവിടെ വളരെ കർത്താവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയായിരുന്നു ഈ സോളമൻ്റെ മണ്ഡപം. അവിടെ നിന്നിട്ട് പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10:23 കാണാം. അതായത് നല്ല ഇടയനെക്കുറിച്ചുള്ള ആ പ്രബോധനം സോളമൻ്റെ മണ്ഡപത്തിൽ വെച്ചാണ് കർത്താവ് നൽകുന്നത്. അപ്പോൾ അവിടെ പത്രോസും യോഹന്നാനും ഈ സോളമൻ്റെ മണ്ഡപത്തിനടുക്ക് ചെല്ലുകയാണ്. ദേവാലയത്തിൻ്റെ തറയിൽ കിഴക്കേ അറ്റത്തുള്ള തൂണുകളുടെ നിരയിലുള്ള നടവഴിയാണ് ഈ സോളമൻ്റെ മണ്ഡപം എന്ന് പറയണേ. ദേവാലയത്തിൻ്റെ തറയിൽ കിഴക്കേ അറ്റത്തുള്ള തൂണുകളുടെ നിരയിലൂടെയുള്ള ഒരു നടവഴി, ഇടനാഴി. ആദിമ ക്രിസ്ത്യാനികൾ പലപ്പോഴും സമ്മേളിച്ചിരുന്നത് അവിടെയാണ്. സ്ലീഹന്മാർ നടപടി 5:12 കാണാം. ഈ സോളമൻ്റെ മണ്ഡപത്തിൽ ആണ് ആദിമ ക്രിസ്ത്യാനികൾ പലപ്പോഴും സമ്മേളിച്ചിരുന്നത്. ആ നടവഴിയിൽ ഒന്ന് യേശുക്രിസ്തു അവിടെയാണ് നിന്നിട്ടാണ് പല നല്ല പ്രഭാഷണം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പിന്നെ അത് കിഴക്കേ അറ്റത്തുള്ള തൂണുകളുടെ നിരയിലുള്ള ഒരു ഇടനാഴിയാണ്. ഈ കിഴക്ക് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആദ്യത്തെ അതായത് ദേവാലയം നമുക്ക് ഉണ്ടാകുന്നതിന് മുൻപ് ജെറൂസലമിൽ ആദിമ ക്രിസ്ത്യാനികൾ സമ്മേളിച്ചിരുന്നപ്പോൾ അതിൻ്റെ ദിശ ഈ ജെറൂസലം ദേവാലയത്തിലേക്കല്ല തിരിച്ചു വെച്ചത്, ഒലിവുമലയിലേക്കാണ്. ഒലിവുമല ജെറൂസലമിന് കിഴക്കിലാണ് ഒലിവുമല. അവിടെ നിന്നാണ് കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ പോയതുപോലെ തന്നെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ജെറൂസലമിൽ നിൽക്കുമ്പോഴും കിഴക്കോട്ട് നോക്കി ഒലിവുമലയിലേക്ക് നോക്കിയിട്ടാണ് ആദിമ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ചിരുന്നത്. ആദ്യത്തെ സിനഗോഗ് അവിടെ ജെറൂസലമിൽ സിനഗോഗ് ആദിമ ക്രൈസ്തവർ യഹൂദ ക്രൈസ്തവർ സമ്മേളിക്കാനായിട്ട് വന്നപ്പോഴും അവർ ജെറൂസലം ദേവാലയത്തിലേക്ക് തിരിഞ്ഞിട്ടല്ല പ്രാർത്ഥിച്ചിരുന്നത്, കിഴക്കോട്ട് നോക്കി ഒലിവുമലയിലേക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ ഈ കിഴക്കേ അറ്റത്തുള്ള തൂണുകളുടെ ഇടയിലാണ് ഈ സോളമൻ്റെ മണ്ഡപം എന്നതിനാൽ ആദിമ ക്രിസ്ത്യാനികൾ കിഴക്ക് അവർക്ക് പ്രധാനപ്പെട്ട സ്ഥലമായതുകൊണ്ട് കർത്താവ് ഈശോ മിശിഹ ജെറൂസലമിന്റെ കിഴക്ക് ഒലിവുമലയിൽ നിന്ന് എടുക്കപ്പെടുകയും അവിടെ തന്നെ അതുപോലെ വരുമെന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത് ആദിമ ക്രൈസ്തവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ കർത്താവ് അവിടെ ചെന്ന് നിൽക്കാറുണ്ട്, അവിടെ നിന്ന് പഠിപ്പിക്കാറുണ്ട്. ഈ ആദിമ ക്രൈസ്തവർ അവിടെയാണ് സമ്മേളിച്ചിരുന്നത്. അതിന് ദൈവശാസ്ത്രപരമായ ചരിത്രപരമായിട്ട് ക്രിസ്തു നിന്ന് പഠിപ്പിച്ചിരുന്ന സ്ഥലമാണ്. ദൈവശാസ്ത്രപരമായിട്ട് കിഴക്ക് ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രിയപ്പെട്ട ഇടമാണ്. അപ്പോൾ അവിടേക്കാണ് ഈ സോളമൻ്റെ മണ്ഡപത്തിലേക്ക് ആളുകളെല്ലാം വന്നു. ആദിമ ക്രിസ്ത്യാനികൾ മാമോദീസ സ്വീകരിച്ചവർ ഇവനെ കണ്ട് ഈ മുടന്തന് സൗഖ്യം കിട്ടിയത് കണ്ട് പരിഭ്രമിച്ചും വിസ്മയം പൂണ്ടും അങ്ങനെ എല്ലാവരും ഈ സോളമൻ്റെ മണ്ഡപത്തിൽ എന്ന് വെച്ചാൽ ആ നടപടിയിൽ ഒരുമിച്ച് കൂടി അവിടെ വെച്ചിട്ടാണ് പത്രോസ് പ്രസംഗം പറയുന്നത്. ഈ ആദ്യത്തെ കെരിഗ്മ, അതായത് യഹൂദർക്കുള്ള കെരിഗ്മ. പെന്തക്കോസ്ത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കുള്ളതാണ് അല്ലേ. 10-16 രാജ്യങ്ങളിലെ ആളുകളൊക്കെ കൂടി അവർക്കുള്ളതാണ്. ഇത് യഹൂദ ക്രൈസ്തവർക്കുള്ള കെരിഗ്മ നൽകപ്പെടുന്നത് ഈ സോളമൻ്റെ മണ്ഡപത്തിൽ നിന്നുകൊണ്ട് പത്രോസ് നൽകുന്നത്. കർത്താവ് ഈശോ മിശിഹ ഇടയനെക്കുറിച്ചുള്ള നല്ല ഇടയനെക്കുറിച്ചുള്ള ആ പ്രഭാഷണം നൽകിയ അതേ സ്ഥലത്ത് പത്രോസ് എന്ന് പറയുന്ന ആദ്യത്തെ മാർപ്പാപ്പ മുഖ്യ ഇടയൻ, സഭയുടെ മുഖ്യ ഇടയൻ, അവിടെ നിന്നുകൊണ്ടാണ് യഹൂദർക്കുള്ള കെരിഗ്മ നൽകുന്നത്. ഭയങ്കര ശക്തമായ ഒരു കെരിഗ്മയാണ്. അതേക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾ ജീവന്റെ നാഥനെ കൊന്നു, നിങ്ങൾ ജീവന്റെ നാഥനെ കൊന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ അത് ചെയ്തത്. ദേവാലയത്തിൽ സോളമൻ്റെ മണ്ഡപത്തിൽ നിന്നിട്ടാണ് പത്രോസ് പറയണേ, നിങ്ങൾ ജീവന്റെ നാഥനെ കൊന്നു, എന്നാൽ ഞങ്ങളുടെ ദൈവം ഉയർപ്പിച്ചു. ഇതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നമുക്ക് കാണാം. അതായത് അത്ര ശക്തമായ ഒരു കെരിഗ്മ, ഉത്ഥാന കെരിഗ്മയാണ് പത്രോസ് പറഞ്ഞത്. അത് പറയുന്നത് സോളമൻ്റെ മണ്ഡപത്തിൽ വെച്ചാണ്. അത് കിഴക്കാണ്. കർത്താവ് ഈശോ മിശിഹ അവിടെയാണ് നിന്നത്. അതുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായോടും ഈ തിരുവചനങ്ങളോടും പിന്നെ ചരിത്ര സംഭവങ്ങളോടും താല്പര്യമുള്ളവരൊക്കെ കിഴക്കിനെ ബഹുമാനിക്കും. അല്ലാത്തവർ ക്രിസ്ത്യാനികളല്ല, കത്തോലിക്കരെയല്ല, ഒട്ടുമല്ല അവർ ഒട്ടും പൗരസ്ത്യ റീത്തിൽപ്പെട്ടവരല്ല. കാരണം പൗരസ്ത്യ റീത്തിൽപ്പെട്ടവർക്ക് കിഴക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കിഴക്കിൻ്റെ പ്രാധാന്യം ഒരിക്കൽ പോലും അവർ അവഗണിച്ചിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ എറണാകുളത്തെ ചില പ്രത്യയശാസ്ത്രക്കാർ, വിശ്വാസമുള്ളവരല്ല, പ്രത്യയശാസ്ത്രക്കാരും ഈ എറണാകുളത്ത് പുറത്ത് പോയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ പല രൂപതകളിൽ. അങ്ങനെയുള്ള പ്രശ്നക്കാരുമല്ലാതെ മറ്റാരും തന്നെ ഈ കിഴക്കിനെ അവമാനിക്കില്ല. അവർ പറയുന്ന ശാസ്ത്രമൊന്നും സത്യമല്ല. അതിനൊക്കെ ഞാൻ ഇഷ്ടം പോലെ എനിക്കറിഞ്ഞൂടെ എന്തുമാത്രം വീഡിയോസ് ഞാൻ ഇതേക്കുറിച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അതിനാൽ ഞാൻ പിന്നെയും അവരെ പറയാണ്, അവരിപ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പിന്നെയും കൊല്ലുകയാണ്. ജീവന്റെ നാഥനെ, ജീവന്റെ നായകനെ ഈ വിമത വൈദികരും വിമത മെത്രാന്മാരും അൽമായ മുന്നേറ്റക്കാരും പിന്നെയും കൊല്ലുകയാണ്.
പക്ഷെ ഞങ്ങളുടെ ദൈവം അവന് പിന്നെയും ഞങ്ങളിലൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.